ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിക്കുന്ന ഇഷ്ടമുള്ളവരാണോ? ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസിൽ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കാൻ പോലും പറ്റത്തില്ല. ഇത് കഴിഞ്ഞ ജൂലൈയിൽ GRTന്ന് കുറച്ച് സ്വർണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് റേറ്റ് 6495 രൂപയായിരുന്നു. അതായത് കഴിഞ്ഞ ജൂലൈ 2024 ഓഗസ്റ്റ് ആയപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 6400 രൂപയായി. പക്ഷേ ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് 1 ഗ്രാം തങ്കത്തിന് 22 ക്യാരറ്റിന് 8300 എത്തിയിരിക്കുന്നു. നമ്മുടെ വീട്ടിലൊക്കെ പറയില്ലേ, ഈ സ്വർണത്തിന്റെ വില എങ്ങോട്ടാണോ എന്തോ കയറി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗോൾഡിന്റെ പ്രൈസിൽ നമുക്ക് പെട്ടെന്ന് പോയി ഗോൾഡ് എടുക്കുക എന്നുള്ള പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഗോൾഡ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് ഈ ഗോൾഡ് ചിട്ടികൾ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഒരു ഗോൾഡ് ചിട്ടിയിൽ ചേരുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഏതാണ് ഗോൾഡ് ചിട്ടികൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇപ്പൊ ഗോൾഡ് ചിട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ചെറിയ വലിയ ജ്വല്ലറികളിലും ഗോൾഡ് ചിട്ടി ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം ജോസ്കോ, ജോസ് ആലുക്കാസ്, കല്യാണ, പിന്നെ GRT, തങ്കമയിൽ എന്ന് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ ജ്വല്ലറികളിലും ഇപ്പം ചിട്ടിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭീമയുടെ ഒരു ചിട്ടി സ്കീമിനെ പറ്റിയിട്ടാണ്. ഭീമയ്ക്ക് 2 തരത്തിലുള്ള സ്കീംസ് ആണുള്ളത്. ഒന്ന് SIP മോഡും ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ലംസമായിട്ട് എമൗണ്ട് വെക്കുന്നതും. 2 തരത്തിലാണ് ഭീമയിലെ ചിട്ടി വരുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഭീമ ചൂസ് ചെയ്തു എന്നുള്ളത് വെച്ചാൽ അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു റീസൺ കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു, അവളുടെ മനമാകെ എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഒരു പരസ്യം. എനിക്ക് ആ പരസ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ പരസ്യങ്ങൾ നമ്മുടെ മനസ്സിൽ അത്രത്തോളം ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആയിരിക്കും ഇത്. അപ്പം ഭീമയിലെ ലംസം മെത്തേഡിൽ എങ്ങനെ ചിട്ടി തുടങ്ങാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഗോൾഡ് ലംസം മെത്തേഡിന് അവർ കൊടുക്കുന്ന പേരാണ് ദി അൾട്ടിമേറ്റ് വൺ പ്ലാൻ. അതാണ് എൻ്റെ പേര് കേട്ടോ. അപ്പം ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ടും അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. ഈ ചിട്ടിയുടെ കാലാവധി എന്ന് പറയുന്നത് 11 മാസമാണ്. 11 മാസത്തേക്ക് നമ്മുടെ ഈ എമൗണ്ട് അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ലംസം മെത്തേഡിൽ വരുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ പ്ലാനിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ 1 ഒക്ടോബർ 2024 മുതലുള്ളതാണ് കേട്ടോ. അത് മുതൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഒരു ഗോൾഡ് ചിട്ടി ചേരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് 0% മേക്കിംഗ് ചാർജ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ അതിന്റെ താഴെ ഒരു ചെറിയ വരിയിൽ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ചെറിയ വരിയും കൂടെ കാണാറുണ്ട്. അത് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. 0% മേക്കിംഗ് ചാർജ് അപ് ടു 20% മേക്കിംഗ് ചാർജസ്. അതായത് 20% വരെ പണിക്കൂലിയുള്ള ഒരു സ്വർണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ പണിക്കൂലി നിങ്ങൾ കൊടുക്കണ്ട. ഇപ്പം നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുന്നത് നഖാസ് ആണെന്ന് വെച്ചു. നഖാസ് എന്ന് പറയുമ്പോഴേ അതിന് പണിക്കൂലി കൂടുതലാണ്, 20%-നേക്കാളൊക്കെ കൂടുതൽ ചിലപ്പോൾ പോയിന്ന് ഇരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 23% ആണെന്ന് വെച്ചു. 20% വരെയുള്ള പണിക്കൂലി നിങ്ങൾക്ക് വേവ് ഓഫ് ചെയ്ത് കിട്ടും. പക്ഷെ അതിനുശേഷം വരുന്ന എല്ലാ ചാർജസും നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 20% വരെ നമുക്ക് പണിക്കൂലി കിട്ടത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഗോൾഡ് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം പണിക്കൂലി കൂടുതലുള്ളത് നോക്കി ചൂസ് ചെയ്യാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് സ്വർണം എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ 22 ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The Bima Gold Tree Ultimate One Plan is intended for the purchase of gold, diamond, silver and platinum jewelry. So നിങ്ങൾക്ക് ഗോൾഡ് മാത്രമല്ല, ഗോൾഡും സിൽവറും ഡയമണ്ടും പ്ലാറ്റിനവും ഒക്കെ മേടിക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യൻ സിറ്റിസൺസ് who have completed 18 years of age and are competent in all respects can participate in this plan till the time of redemption. അതായത് നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ ചേരുന്ന എല്ലാവരും KYC ഫോംസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങളുടെ ആധാർ, പാന് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഇനി നാലാമത്തെ പോയിന്റ്, നമ്മൾ ഈ KYC ഫോംസും ആപ്ലിക്കേഷൻ ഫോംസും കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ടും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ,
ഇനി അടുത്ത പോയിന്റ്, ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിന് ഒരു മിനിമം എമൗണ്ട് ഉണ്ട് കേട്ടോ. അത് 50,000 ആണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് 50,000 എങ്കിലും അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കീമിൽ ചേരാൻ പറ്റത്തുള്ളൂ. ഈ പ്ലാനിൽ ചേരുന്ന എല്ലാ മെമ്പേഴ്സിനും ഒരു മെമ്പർഷിപ്പ് കാർഡ് കൊടുക്കും. അത് 11 മാസത്തെ വാലിഡിറ്റിക്കാണ്, അതായത് 333 ഡേയ്സ്. ഇപ്പോൾ നമ്മളൊരു ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും 300 മുതൽ 350 ദിവസത്തിനിടയ്ക്കാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റ്സും കിട്ടും. അങ്ങനെയല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടത്തില്ല. സോ നമ്മൾ ഈ ബെനിഫിറ്റ്സിന് എലിജിബിൾ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 180 ഡേയ്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ മേക്കിംഗ് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോഴുള്ള മെറ്റൽസിന്റെ പ്രൈസും അതൊക്കെ വെച്ചിട്ടായിരിക്കും. അത് അവരൊരു പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ഈ നമ്മളിപ്പോൾ 22 ക്യാരറ്റിന്റെ ഗോൾഡ് പർച്ചേസ് പ്ലാൻ ആണ് ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് 18 ക്യാരറ്റ് വേണമെങ്കിലും മേടിക്കാൻ നമുക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഗോൾഡ് 18 ക്യാരറ്റ് ഗോൾഡ് ഗ്രാംസിലും മേടിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പ്ലാനിൽ ചേരുമ്പോഴത്തേക്കും ഒരു പാർഷ്യൽ റിഡംഷൻ അതൊന്നും പോസിബിൾ അല്ല കേട്ടോ. നമുക്ക് ഈ 11 മാസം കഴിഞ്ഞിട്ടുള്ള ഈ ഫുൾ അമൗണ്ടിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. പാർഷ്യൽ റിഡംഷൻ ഓഫ് ദി പ്ലാൻ ഓർ വിത്ഡ്രോവൽ ഓഫ് ദി എമൗണ്ട് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ ഈ ഒരു പ്ലാനുമായിട്ട് നമുക്ക് വേറെ പ്ലാൻസുമായിട്ട് ക്ലബ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ സപ്പോസ് ഇപ്പം GRTയിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഉഗാദി പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഇപ്പോൾ ഓഫേഴ്സ് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതും അതും കൂടെ ക്ലബ് ചെയ്ത് ചെയ്യാവോ അങ്ങനെയൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അത് അവർ ക്ലിയർ ആയിട്ട് തന്നെ അവര് ഇൻസ്ട്രക്ഷൻസിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു സ്കീമിൽ ചേരുമ്പോൾ നമ്മുടെ ലീഗൽ ഹെയർസ് അല്ലെങ്കിൽ നോമിനീസിന്റെ പേരും കൂടി കൊടുക്കണം. ഇഫ് ഇൻ കേസ് നമുക്ക് ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ നോമിനീസ് ഓൾറെഡി കൊടുത്തിട്ടുള്ളവർക്കാണ് അവർ അതിന്റെ ബെനിഫിറ്റ്സ് പാസ് ഓൺ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കേരള ഷോറൂംസ് എന്ന് പറയുന്നത് എറണാകുളം, എടപ്പള്ളി, തൃപ്പൂണിത്തുറ, പെരിന്തൽമണ്ണ, കൊടുങ്ങല്ലൂർ അങ്ങനെ ഒത്തിരി സ്ഥലത്തുണ്ട്. നമുക്കറിയാം ഭീമ ഗോൾഡ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ ഇവിടെ സർവീസ് ഡെസ്ക് 11 മണി മുതൽ 7:30 വരെ ഉണ്ട് എല്ലാ വർക്കിംഗ് ഡേയ്സിലും. പിന്നെ ഇതിൽ അവർ ഇൻകം ടാക്സ് റൂൾസ് ഒക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ ടാക്സ് ഒക്കെ പിടിക്കും എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ടാക്സ് പിടിക്കാനുള്ള സ്വർണ്ണമൊന്നും നമ്മൾ മേടിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ പാർഷ്യൽ റിഡംഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര ബെനിഫിറ്റ്സ് വരും എന്നുള്ളതാണ്. ഇപ്പോൾ 100% നമ്മൾ ദിവസം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 300 to 350 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 100% പ്ലാൻ ബെനിഫിറ്റ്സ് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് 20% വരെയുള്ള മേക്കിംഗ് ചാർജ് നമുക്ക് ഇല്ലാണ്ട് കിട്ടും സ്വർണം. ഇനി അടുത്ത് 241 മുതൽ 299 ദിവസം വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 80% ഓഫ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സോ 80% എന്ന് പറയുന്നത് 16% മേക്കിംഗ് ചാർജ് നമുക്ക് ഇല്ലാണ്ട് കിട്ടും. അടുത്ത 181 to 240 ഡേയ്സ് അതാണെങ്കിൽ 60% പ്ലാൻ ബെനിഫിറ്റ്സ് കിട്ടും. വിച്ച് ഇംപ്ലൈസ് നമുക്ക് 12% മേക്കിംഗ് ചാർജിൽ നമുക്ക് കുറവ് കിട്ടും. ഇനി അപ് ടു 180 ഡേയ്സ് ആണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 180 ദിവസമെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ ഈ ബെനിഫിറ്റ്സിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പൂർത്തിയാക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ പ്ലാനിന് ചേരുമ്പോഴത്തേക്ക് തന്നെ അവർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ. കാരണം ഇഫ് ഇൻ കേസ് നമ്മൾ ഇത് ഗോൾഡായിട്ട് മാറ്റിയില്ല എങ്കിൽ അവർ ഈ കാലാവധി കഴിഞ്ഞിട്ട് ഈ കാശ് നമുക്ക് തിരിച്ചു തരും. പക്ഷെ അത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പോയി സ്വർണം മേടിക്കണം. കാരണം ഇത്രയും നാൾ നമ്മൾ അവിടെ സ്വർണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഈ ഗോൾഡ് മേടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ്. സോ മാക്സിമം നിങ്ങൾ പോയി ഗോൾഡ് മേടിക്കുക. പിന്നെ ഇതിൽ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈ ഗോൾഡ് ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻസ് മേടിക്കാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് ഗോൾഡ് കോയിൻസ് മേടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ചിട്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ലാതെ സ്വർണം മേടിക്കാം എന്നുള്ളതാണ്. ഈ ഗോൾഡ് കോയിന് കമ്പാരിറ്റീവ്ലി മേക്കിംഗ് ചാർജ് വളരെ കുറവാണ്, ചാർജസ് കുറവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്കീമിൽ ചേർന്നിട്ട് ഗോൾഡ് കോയിൻ മേടിക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഇഷ്ടമാണ്, എന്ത് സ്വർണം മേടിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് എപ്പോഴാണ് ഗോൾഡ് മേടിക്കാൻ പറ്റുന്നത്, നമ്മൾ ഈ ഗോൾഡ് വെയിറ്റ് വെച്ചിട്ടാണോ അക്വയർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള സ്ഥിരം ക്വസ്റ്റ്യൻസ്. അതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിലെ സ്കീംസ്, ഇപ്പം നമ്മൾ ഗോൾഡ് ചിട്ടിയിൽ ചേരുമ്പോഴത്തേക്കും 2 തരത്തിൽ നമുക്ക് ചേരാം. ഒന്ന് നമുക്ക് ബൈ വെയിറ്റ് പോവാം, അല്ലെങ്കിൽ ബൈ റേറ്റ് പോവാം. ഇപ്പൊ ബൈ വെയിറ്റ് ആണെങ്കിൽ ഇന്നത്തെ സ്വർണത്തിന്റെ വില 8,300 രൂപ. 8,000 രൂപയ്ക്ക് നിങ്ങൾ 8,000 രൂപയ്ക്കാണ് നിങ്ങളൊരു ഗോൾഡ് ചിട്ടിയിൽ ചേരുന്നതെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് എത്ര ഗോൾഡ് ഉണ്ടോ
ആ ഗോൾഡ് നിങ്ങൾക്ക് ആഡായി പോകും. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇന്ന് 1000 രൂപയാണ് ഗോൾഡിന്റെ വില. 1000 രൂപയ്ക്കാണ് ഞാനൊരു ചിട്ടിയിൽ ചേർന്നത്. അപ്പം ഇന്ന് 1000 രൂപ കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് 1 ഗ്രാം ഗോൾഡ് അതിലേക്ക് ആഡ് ആവും. അടുത്ത മാസം ഞാൻ വീണ്ടും 1000 രൂപ കൊടുക്കുമ്പോഴത്തേക്കും 2 ഗ്രാം ഗോൾഡ് ആഡ് ആവും. ഇപ്പൊ ഞാനിപ്പോ 10 മാസത്തിന് ശേഷം 11 മാസത്തിന് ശേഷം ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 രൂപ ആയാലും എനിക്ക് ഇവിടെ അക്യൂർ ആയിട്ടുള്ള ആ ഗോൾഡ് നമുക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരെണ്ണമുള്ളതാണ് ബൈ വാല്യൂ. ഇപ്പം നിങ്ങൾ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ആ ഗോൾഡിന്റെ ഇക്വലന്റ് വെയിറ്റ് ഉള്ള ആ 1000 രൂപയായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇത്രയും രൂപയ്ക്ക് നിങ്ങൾക്ക് അന്നത്തെ സമയത്ത് എത്ര ഗോൾഡ് കിട്ടുമോ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ബൈ വെയിറ്റ് പോകുന്നതാണ്. അതും നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുണ്ട്. ഇതാണ് ലംസം മെത്തേഡ്. അതുപോലെ തന്നെയാണ് SIP മെത്തേഡ്. SIP മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലംസം മെത്തേഡിൽ ഒറ്റ എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. SIP മെത്തേഡിൽ നമ്മൾ ഓരോരോ മാസമായിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ബീമേൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാർച്ച് ഇപ്പം 2-ാം തീയതിയാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏപ്രിൽ 2-ാം തീയതി എലിജിബിലിറ്റി വരും. പക്ഷെ ഷോറൂമിൽ നിന്ന് എന്നോട് പറഞ്ഞത് നമ്മളിപ്പം 2-ാം തീയതി എലിജിബിലിറ്റി വന്നാലും നമുക്ക് ആ മാസം എപ്പോഴേലും, ആ മാസം അവസാനം വരെ ഉണ്ട്, അതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ആ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ചെയ്താൽ മതി. ഇപ്പം ഇന്നത്തെ വില 8300, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് വില ഒന്ന് കുറഞ്ഞ് 7900 ആവുകയാണെങ്കിൽ ഞാൻ അന്ന് പേയ്മെന്റ് ചെയ്താലും എനിക്ക് ഓക്കെയാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോ ഒരു മാസം നിങ്ങൾ ഡ്യൂ അടയ്ക്കാൻ വിട്ടുപോയി എന്ന് വെച്ചോ. അങ്ങനെ വിട്ടുപോയാണെങ്കിൽ നമുക്ക് ഷോറൂമിൽ പോയിട്ട് 2 മാസത്തെ ഡ്യൂ ഒരുമിച്ച് അടയ്ക്കാനും പറ്റുന്നതാണ് ഷോറൂമിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.